Hi friends, Assalamu alaikum. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത് എഗ് മലായി ആണ്. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 മുട്ട വേവിച്ചെടുത്തത്, ഒരു സവാള, 3-4 പച്ചമുളക്, ഇഞ്ചി, 8 അല്ലി വെളുത്തുള്ളി, ചെറിയ ഒരു പീസ് ഇഞ്ചി മതിയാവും, കാഷ്യൂ നട്ട്സ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ജീരകം പൊടിച്ചത്, ഉപ്പ്, മല്ലിയില, സൺഫ്ലവർ ഓയിൽ. ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, കാഷ്യൂ നട്ട്സ്, മല്ലിയില, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്. വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം, 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എഗ് മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. എഗ് മലായി ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ അമർത്തുക, അതിൽ ഓൾ ഓപ്ഷനും കൂടി കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.